ചൂട് ചായ കുടിച്ചു. ചൂട് ചായ കുടിച്ചാൽ ഒരു ചൂട് വാർത്ത അതെനിക്ക് നിർബന്ധമാണ്. ആ ചൂട് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള ആളെ ഞാൻ പിടിച്ചടുത്ത് നിർത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ തിരിച്ചെത്തിക്കാൻ നീക്കം. ചർച്ചകൾ സജീവമാക്കുകയാണ് UDF നേതാക്കൾ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് കേരള കോൺഗ്രസ് എം നേതൃത്വവുമായി അനൗപചാരിക ചർച്ചകൾ നടക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് തിരുവമ്പാടി സീറ്റ് വാഗ്ദാനം ചെയ്തതാണ് സൂചന. തിരുവമ്പാടി സീറ്റ് വാഗ്ദാനം ചെയ്തെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയും കൂട്ടരും തിരിച്ച് UDF-ലേക്ക് വരുന്നെങ്കിൽ അതിന് പിന്നിൽ കരുനീക്കുന്നത് രമേശ് ചെന്നിത്തല ആവില്ലേ റോഷിപാൽ? സംശയമില്ല. കാരണം നമുക്ക് നേരത്തെ അറിയാം, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം. ഇപ്പോൾ കെ കരുണാകരൻ മുതൽ തുടങ്ങിയാൽ KM മാണി, കെ കരുണാകരൻ, അങ്ങനെ തുടങ്ങിയ കൂട്ടുകെട്ട് പിന്നീട് ഉമ്മൻചാണ്ടി എത്തുമ്പോൾ അത് PK കുഞ്ഞാലിക്കുട്ടി, KM മാണി, ഉമ്മൻചാണ്ടി എന്ന നിലയിലായി. അതിനുശേഷം UDF പ്രതിപക്ഷത്തായപ്പോൾ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ആ ഒരു KM മാണി എന്ന നിലയിലേക്ക് കുഞ്ഞാപ്പ കുഞ്ഞുമാണി ആ കൂട്ടുകെട്ട് ആവർത്തിക്കാൻ പോകും. അതെ, അത് തിരിച്ചെത്തിക്കാൻ ഉമ്മൻചാണ്ടിക്ക് പകരം റീപ്ലേസ് ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. അതെ, ഇടക്കാലത്ത് ചില തെറ്റിദ്ധാരണ കൊണ്ടാണ് കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടത് എന്ന വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് ആയാലും UDF ആയാലും. ഒരു കാരണവശാലും പൂർണ്ണമായും UDF-ഉമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ പറ്റില്ല എന്ന വിലയിരുത്തലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരികെ കേരള കോൺഗ്രസ് എമ്മിനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. മാത്രവുമല്ല, ജോസ് കെ മാണിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിൽ എത്തിക്കണം, അതെ, മന്ത്രിയാക്കണമെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് നീക്കം നടക്കുന്നത്. തിരുവമ്പാടി ഇപ്പോൾ LDF-നൊപ്പമാണെങ്കിലും ജോസ് കെ മാണി എന്ന ഒരു നേതാവിനെ UDF സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയാൽ UDF വളരെ പുഷ്പം പോലെ നിയമസഭയിൽ എത്തിക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. അതിന്റെ ആ നീക്കത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിലും അതിനെല്ലാ തരത്തിലും അതിന്റെ ആസൂത്രണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ലീഗ് നേതാക്കൾ ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. രമേശ് ചെന്നിത്തല നേരിട്ട് ജോസ് കെ മാണിയെ കാണും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇതൊന്നും പുറത്ത് പറയാറായിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അതിൻ്റെ നീക്കങ്ങൾ അതിവേഗത്തിൽ നടക്കുന്നു. നേരത്തേതുപോലെയല്ല, അതൃപ്തരാണ്. കാരണം വന നിയമത്തിലെ ഭേദഗതി അടക്കം കേരള കോൺഗ്രസ് എമ്മിന് വലിയ അതൃപ്തിയുണ്ട് സർക്കാരിൻ്റെ പല നയങ്ങളിലും. ഈ കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിൻ അടക്കമുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുകയും അങ്ങനെ റോഷിപാൽ ഇതാ വെൽ ഡൺ. ഇത് റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഫ്രം തിരുവനന്തപുരം. കലോത്സവത്തിലാണെങ്കിലും ബ്രേക്കിംഗ് വാർത്തകൾക്കൊന്നും റോറോ സഖ്യത്തിലെ റോഷിപാൽ ഒട്ടും പിന്നോട്ട് പോവില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇന്നത്തെ ഒന്നാമത്തെ തലക്കെട്ട് നമ്മൾ ഇങ്ങ് എടുത്തു. കഴിഞ്ഞില്ല, ഇനിയും വരുന്നുണ്ട്.